ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൈപ്പിംഗ് ത്രെഡൊന്നുമില്ലാതെ പൈപ്പിംഗ് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാനൊരു പേപ്പറിൻ്റെ അകത്ത് കാണിച്ചുതരാം. നമ്മളിങ്ങനെ പീസ് തുണീനെ ഇതേപോലെ സ്ക്വയർ പീസാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. 4 വശവും കറക്റ്റായിരിക്കണം. അവിടെ വളവും തിരിവൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ക്ലോത്ത് ആണെങ്കിൽ ഞാൻ പേപ്പറിൽ കാണിക്കുന്നത് നല്ല കളറിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ക്ലോത്തിൽ ക്രോസായിട്ടാണ് ഈ പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം എന്തിനാണെന്ന് വെച്ചാൽ ആ ക്രോസായിട്ട് പീസ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്കതിനെ വലിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, കോണ് അളവ് വെച്ചിട്ട് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അളവിൽ വേണം നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 1.5 ഇഞ്ചിൽ വേണം എടുക്കാം. ബിഗിനേഴ്സ് ആകുമ്പോൾ 1.5 ഇഞ്ചിൽ തന്നെ ഇതിൻ്റെ വിടുത്ത് എടുത്തോളൂ കേട്ടോ. ലെങ്ത്ത് എത്രത്തോളമാണ് നമ്മളെ കയ്യിൽ തുണിയുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പം 1.5 ഇഞ്ച് എടുത്തിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഈ എൻഡിൽ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ അപ്പുറത്തും വരച്ച് കൊടുത്തിട്ട് അത് തമ്മിൽ യോജിപ്പിച്ചാൽ മതി. ഞാൻ പൊതുവേ ചെയ്യാറ് എൻ്റെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കും. അപ്പോൾ ഈ സ്കെയിലിൻ്റെ വിടുത്ത് എനിക്ക് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ അത് കറക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്കെയിൽ എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമുക്കിപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത തുണിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വെയിറ്റ് ആണല്ലോ, അപ്പോൾ ലെങ്ത്തിൽ വരുന്നുണ്ട്, അതിനൊക്കെ നല്ല സൗകര്യമാണ്. ഇനി ക്ലോത്തിൽ കാണിച്ചു തരാം. നമ്മളൊരു തുണി എന്ന് പറയുമ്പോൾ നീളത്തിലും വിലങ്ങനെയും ലൈൻ ഉണ്ടാവും. അപ്പോൾ അതിൽ കണ്ട ഇങ്ങനെ വലിക്കുന്ന സമയത്താണ് തുണിക്ക് സ്ട്രെച്ചബിൾ വരുന്നത്. നീളത്തിൽ വലിക്കുന്ന സമയത്തും വലിയൂല, വീതിക്ക് വലിക്കുമ്പോഴും വലിയൂല. അപ്പോൾ ഈ ഒരു കോണാക്കി വലിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ പീസ് കണ്ടില്ലേ, നമ്മൾ വെക്കുമ്പോൾ തുണിയുടെ ഓരോ ഭാഗത്തുള്ള വ്യത്യാസം കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഞാനിതാ 2 ലൈൻ വരച്ചു. എനിക്ക് നെക്കിന് മാത്രം ചെയ്യുന്നതാണ്. ഇപ്പോൾ നെക്കിൻ്റെ ചെറിയ അളവിലേ ഉള്ളൂ, അപ്പോൾ ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ ക്രോസ് പൈപ്പിംഗ് വേണ്ടവർ അതിനനുസരിച്ച് ചെയ്യുക. ക്രോസ് പൈപ്പിംഗ് നമ്മൾ ലെങ്ത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം, നിങ്ങൾ അത് നോക്കുക ആവശ്യക്കാർ. പിന്നെ നമ്മുടെ വാട്സപ്പ് ക്ലാസ് നെക്സ്റ്റ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 മണിക്കാണ് രാവിലെ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എൻ്റെ ഇൻസ്റ്റാ ID കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസിനെ കണ്ടില്ലേ, ഇതിനെ ഞാൻ ഈ പേപ്പറിൻ്റെ അകത്ത് വെച്ച് കാണിക്കുന്ന കളർ മനസ്സിലാവാനാണ് കേട്ടോ. ഈ എഡ്ജിലേക്ക് കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഭയങ്കര എളുപ്പമാണ് ഈ പൈപ്പിങ്. പലർക്കും ഈ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ചെയ്യണ ബുദ്ധിമുട്ട് അതൊന്നുമില്ല. ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ നെക്കിൻ്റെ പീസിലേക്കാണ് നമുക്ക് ഇവിടെ നെക്കിലാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഷേപ്പുള്ളതിനൊക്കെ നമുക്ക് ക്രോസ് പൈപ്പിംഗ് തന്നെ വേണം കേട്ടോ. പിന്നെ ആം ഹോളിന് കൊടുക്കുമ്പം നെക്കിന് കൊടുക്കുമ്പം ഒക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ എഡ്ജ് ഭാഗം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. വാട്സപ്പ് ഓൾറെഡി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ബാച്ചാണ് ഇന്ന് തുടങ്ങുന്നത് പറഞ്ഞത്. അപ്പം എല്ലാവരോടും വീണ്ടും പറയാണ്, കമൻറ്റിൽ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ. ഇൻസ്റ്റാ വഴി തന്നെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പീസിൻ്റെ എഡ്ജ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് ഇവിടെ എൻഡിൽ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ആ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെക്കിനെയും വലിക്കാൻ പാടില്ല, ഈ പീസിനെയും വലിക്കാൻ പാടില്ല. അവിടെ അതിന് രണ്ടിനെയും അടുത്തടുത്ത് വെച്ച് സോഫ്റ്റായിട്ട് സ്വാഭാവികമായിട്ട് പോകുന്ന രീതിയിൽ അങ്ങനെ തയ്ച്ച് കൊടുത്താൽ മതി. രണ്ടും വലിക്കരുത് കേട്ടോ. ക്രോസ് പീസിനും വലിക്കരുത്, പൈപ്പിംഗ് പീസിനെയും വലിക്കരുത്, നെക്കിനെയും വലിക്കരുത്. പലരും നെക്ക് മലർന്ന് പോകുന്നു എന്നിപ്പോൾ ക്ലാസ്സിലൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലാതെ കമൻറ്റിലേക്ക് കൂടി ആണെങ്കിലും ഇൻസ്റ്റാ വഴിയൊക്കെ ചോദിക്കുന്നുണ്ട്, തയ്ച്ച് കഴിയുമ്പോൾ നെക്ക് മലർന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ റീസൺ ഈ വലിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അറിയാതെ ബിഗിനേഴ്സിൻ്റെ ടെൻഷൻ കാരണം ഇത് വലിഞ്ഞ് വന്ന് പോവുകയാണ്. അപ്പോൾ അത് ബിഗിനേഴ്സ് ചെയ്യേണ്ട രൂപത്തിൽ സ്ലോലി ഞാൻ കാണിക്കുകയാണ്. ഇങ്ങനെ കുറച്ചാക്കി ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ അവിടെ നിർത്തുക. അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വരുന്ന ഭാഗം എത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ചിൻ്റെ മേലെ കൂടി തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഭാഗം എത്തുന്ന സമയത്ത് സൂചി ഇറക്കി ഫൂട്ട് പൊക്കി ഒന്ന് ലേശം തിരിച്ച് തുണീനെ, എന്നിട്ട് ഉണ്ടല്ലേ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഫൂട്ട് താഴ്ത്തിയിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ആ ഒരു പൊസിഷൻ വരെ
പിന്നെ വീണ്ടും ദാ ഇവിടെ എത്തിയപ്പം തുണിക്ക് തിരിവ് വന്ന് അപ്പോൾ ഫൂട്ട് പൊക്കി തുണീനെ ലേശം ഒന്ന് തിരിച്ച്, ഇത്രത്തോളം തിരിക്കേണ്ട, ഒരു ഇത്തിരി തിരിച്ചാൽ മതി. ഒന്ന് ഇങ്ങോട്ട് തിരിക്കണേ. എന്നിട്ട് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. നല്ല വൃത്തിയിൽ ചെയ്യാം കേട്ടോ. ആരും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട. ഇതിന് സാധാ മെഷീനിലുള്ളവർക്ക് ചെയ്യാം. ചിലർ വിചാരം പൈപ്പിങ് പിന്നെ ഈ ഫാഷൻ മേക്കർ പോലുള്ളതിലേ പറ്റുള്ളൂ, പൈപ്പിംഗ് ഫൂട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, പൈപ്പിംഗ് ത്രെഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ മറിച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് തയ്ക്കുകയാണ്. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ വിടുത്ത് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ച സമയത്ത് ഇപ്പോൾ കുഞ്ഞാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. അത് വേണമെങ്കിൽ കുറച്ചും കൂടി ബ്ലാക്ക് കാണുന്ന രൂപത്തിൽ വേണേൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം പിന്നെ ചെയ്യുന്ന സമയത്ത് ആ താഴെ ഭാഗം അടിഭാഗത്തിനൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയല്ലേ വരുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കൈകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ, അല്ല നോക്കണം എന്നില്ല, കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ട അതിങ്ങനെ പതിഞ്ഞ് നിന്നാൽ മതി. എന്നിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് വരെ ഈ റെഡ് ഭാഗത്താണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ റെഡ് ഭാഗത്ത് ഇപ്പം എൻ്റെ അടുത്തുള്ള ഞാൻ ചെയ്യുന്ന നൂല് ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് നൂല് അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഡ്രസ്സ് ചെയ്ത് വരുന്ന സമയത്ത് ആ റെഡിൽ ബ്ലാക്ക് കാണുമ്പോൾ വൃത്തിക്കിടണം. അങ്ങനത്തെ സമയത്ത് ബ്ലാക്ക് നൂല് മാറ്റി റെഡാക്കി കൊടുക്കുക. ഇതിൻ്റെ താഴെ ഭാഗം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓരോ സമയത്ത് നീങ്ങി വരുന്ന സമയത്ത് അത് വൃത്തിയിലായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ അതിങ്ങനെ. അപ്പം ഈ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ റെഡിമെയ്ഡ് ചില ഡ്രസ്സ് നൈറ്റിയിലൊക്കെ കാണും നൂലെടുത്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് വീഴുന്നത് ആ ക്ലോത്തിൻ്റെ കളറിലുള്ള നൂല് മേലെ ഭാഗത്താക്കാൻ കൊടുക്കണം. താഴത്തത് കുഴപ്പമില്ല, താഴത്തത് നമുക്ക് അങ്ങനെ കാണൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഡ്രസ്സ് നല്ല ഫിനിഷിങ്ങിൽ വരും. കണ്ടില്ലേ നല്ല വൃത്തിയിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ലതാ, ഇത് ചെയ്ത് കഴിഞ്ഞു. ഇതിനി ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് നമ്മൾ ഒന്നുകൂടി വേണമെങ്കിൽ പ്രസ് അടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത് അടിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് അടിച്ചിട്ടില്ല. കണ്ടില്ലേ അവിടെയും കൂടി ഒരു അടി കൊടുത്ത് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ത്രെഡ് ഇട്ടതുപോലെ തന്നെ അത്രയും നേരിയതാക്കിയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ബ്ലാക്ക് എക്സ്ട്രാ കാണാൻ വേണ്ടിയിട്ട് വീതി കൂട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ഇഞ്ചിലും വേണം ചെയ്യുക, 1.5 ഇഞ്ചിലും വേണം ചെയ്യാം. ഇനി സ്ലീവിൻ്റെ എഡ്ജിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് പൈപ്പിംഗ് ഇതേപോലെ ത്രെഡില്ലാതെ പൈപ്പിംഗ് ഫൂട്ടില്ലാതെ ചെയ്യുന്ന സമയത്ത് സ്ലീവിന് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് അല്ല സ്ട്രെയിറ്റ് പീസ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പം അതിൻ്റെ എഡ്ജ് ഭാഗം ഞാനിതിങ്ങനെ നേരത്തെ ബ്ലാക്കിൽ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാതെയും ചെയ്യാം കേട്ടോ. ഞാൻ നോർമലി ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ബിഗിനേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമുള്ള സംഗതിയാണ് കേട്ടോ. നിങ്ങൾ മടിച്ച് നിൽക്കരുത്, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നടക്കുന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ സ്ലീവിൻ്റെ എഡ്ജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് നമ്മൾ സാധാരണ തയ്യുന്നതിനേക്കാളും കുറച്ചധികം ലെങ്ത്ത് ക്ലോത്തിന് വേണം കേട്ടോ, 1 ഇഞ്ച് അധികം വേണം. കാരണം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെയും കൂടിയാണ് നമ്മളിതിന് ഫോൾഡ് ചെയ്യുന്നത്. കണ്ട ഇത്ര ക്ലോത്ത് അവിടേക്ക് നമുക്ക് പോവും. അതിന് വീതി കുറയ്ക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ അതിലേ കൂടി എഡ്ജിലേക്ക് കൂടി ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇൻവിസിബിളായിട്ട് കിട്ടും. ഈ നൂല് പോലെ മാത്രമേ നമുക്ക് കാണുള്ളൂ ഇങ്ങനെ പൈപ്പിംഗ് ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മൾ നെക്കിൽ ചെയ്തത് പോലും ചെയ്യുക, പക്ഷെ ഇതാണ് കുറച്ചും കൂടി കയ്യിൻ്റെ താഴ്ഭാഗത്തൊക്കെ വരുമ്പോൾ വൃത്തി ഉണ്ടാകുക. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ ഈ മേലെ ഭാഗത്തേക്ക് ഞാൻ കുറച്ച് വീതിയിലേക്കാണ് ആ റെഡിനെ കാണിക്കുന്നത്. ഇങ്ങോട്ട് താഴോട്ടേക്ക് വരുമ്പോഴേക്ക് വീതി കുറച്ച് ഞാൻ കാണിക്കുക. അതായത് നൂൽ പരുവത്തിൽ മാത്രം. ഇവിടെ കുറച്ച് ഞാൻ വീതി കാണിച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ആ ത്രെഡ് ഇട്ടിട്ടാകുമ്പോൾ ശരിക്കും കുഞ്ഞ് അളവല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇങ്ങനെ പിന്നൊക്കെ കുത്തി ചെയ്താൽ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ മുന്നേയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പിൻ എപ്പോഴും യൂസ്ഫുള്ളാണ് ബിഗിനേഴ്സിന് എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ പണി. കണ്ടില്ലേ ഇതിൻ്റെ 2 വശത്തും 2 അളവ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണേൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ താഴത്തേക്ക് കണ്ട വീതി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭംഗി കിട്ടുന്നത്. എന്നിട്ട് ഇതിനെങ്ങനെ മറിച്ച് വെക്കുക, ഒരു പ്രസ് അടി കൊടുക്കുക. അപ്പോൾ ഈ പ്രസ് അടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല വൃത്തിയിലാക്കി കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം. പ്രസ് അടി കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അയൺ ചെയ്തൊക്കെ വെച്ചതിന് ശേഷം പ്രസ് അടി എടുത്താൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഈ ഒരു ഇപ്പം ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ഫൂട്ട്, ഇത് നോർമൽ ഫൂട്ടിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എൻ്റെ മെഷീൻ ഇതാണ്. പക്ഷേ നിങ്ങൾ സാധാരണ മെഷീനിൽ ഏറ്റവും സ്റ്റാർട്ടിങ് മെഷീൻ ഉണ്ടല്ലോ അതിൽ
എത്ര പഴയ മെഷീനാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കോൺട്രാസ്റ്റ് കളറിലൊക്കെ ഉള്ള പൈപ്പിങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അള്ളാ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കുക. ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ സെൻഡ് ചെയ്ത് തരിക. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയില്ലേ? ഈ താഴേക്ക് വീതി കുറഞ്ഞിട്ടുള്ള ഭാഗം വേണ്ട. എന്നിട്ട് അതിൻ്റെ ആ ഭാഗത്ത് ഒന്ന് പ്രസ്സടി, അതിലേക്കൂടി പ്രസ്സടിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഷോളിൽ ചെയ്യുന്നത്, ഇൻവിസിബിളായിട്ട് ചെയ്യുന്നത്, അതായത് ത്രെഡ് ഇട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പൈപ്പിങ് കണ്ട ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പം നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഇതാണ്. നല്ലൊരു ദിവസം നിങ്ങൾക്കായി ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.